ഹായ്, ഞാൻ ലിവിൻ ഫ്രം ബിറ്റ്കോയിൻ കേരള. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ഏകദേശം $39,000 ഇടിഞ്ഞു. സംഭവം ETF ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ സെൽ ഔട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1.5 ആഴ്ച കൊണ്ട് 7% മേലെ കുറഞ്ഞു. ഇന്നലെ മാത്രം, അതായത് 2024 ജനുവരി 23 മാത്രം ഏകദേശം 5% മാർക്കറ്റിൽ കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത് ETF തന്നെയാണ്. അതായത് ഈ സ്പോട്ട് ETF നടക്കുന്നതിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം പലരും സെൽ ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ETF ഉണ്ടായിരുന്നു, GBTC എന്ന് പറഞ്ഞൊരു സംഭവം. അതിൽ നമ്മുടെ പൊളിഞ്ഞുപോയ FTXന്റെ കുറച്ച് ഫണ്ട് എടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ളത്. അതായത് അവർ മറ്റേ ബെയിൽ ഔട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ടാകുന്നത്. അതിൽ നല്ല രീതിയിൽ ക്യാഷ് സെല്ല് ചെയ്ത് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഏകദേശം 22 മില്യൺ ഷെയർ ഓഫ് ഗ്രേസ്കെൽ GBTC ഇൻ ദ പാസ്റ്റ് വീക്ക്, ഒരാഴ്ച കൊണ്ട് മാത്രം അവർ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ ഇത് 1 മാസത്തിന് ശേഷം ഇതിൽ ബൈ ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആണ് പിന്നെ പ്രൈസ് അങ്ങോട്ട് കയറാത്തത്. പിന്നെ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനികൾ, അതായത് ക്രിപ്റ്റോ കറൻസിയിൽ ഇപ്പോൾ ETF കിട്ടിയ എല്ലാ കമ്പനികളിലും ബ്ലാക്ക് റോക്ക് അടക്കമുള്ള വലിയ തലകൾ, ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാർക്കറ്റിനെ ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒറ്റ ടാർഗറ്റിലാണ് ഈ മാർക്കറ്റിനെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ക്രാഷ് ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് ലാഭം എടുക്കണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. മനസ്സിലായല്ലോ? മാർക്കറ്റ് ഇങ്ങനെ നമുക്കൊന്ന് കയറി നിന്നിതിപ്പോൾ ഒരു വീക്കിന്റെ ചാർട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ, നല്ല രീതിയിൽ ഇപ്പോൾ ഒരു മാസത്തെ ചാർട്ട് എടുത്ത് നോക്കിക്കോ, നല്ല രീതിയിലൊന്ന് ഹൈപ്പ് വന്നാണ് ഏത് ETF വരും എന്നുള്ള ന്യൂസ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ കയറാൻ സമ്മതിക്കണില്ല, മാർക്കറ്റിനെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് കയറി വരുമ്പോഴേക്ക് ഇടിപ്പിക്കും, പിന്നെ ഒന്ന് കയറി സ്റ്റേബിളായി വരുമ്പോഴേക്ക് പിന്നെ ഇടിപ്പിക്കും. ഇതിപ്പോൾ ഒന്ന് സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്, ഇനി ഇടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ പർച്ചേസ് ചെയ്യണം, അവർക്ക് കോയിനുകൾ കുറേ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് സേവ് ചെയ്താൽ മാത്രമേ അവർക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഐ മീൻ അതിന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇതിനെ ക്രാഷ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇന്നത്തെ ന്യൂസ്. ഓക്കെ, ബൈ.